ചേച്ചി ആന്റിക് പീസ് ആക്കാതിരിക്കാൻ വേണ്ടി what you did? I updated myself. How? ഇത് 2.0 എന്നൊക്കെ പറഞ്ഞ പോലെ ശാന്തി കൃഷ്ണ 3.0 ആയി. ആ ഒരു അപ്ഡേഷൻ എനിക്കൊന്ന് പറഞ്ഞു താ. 80s വന്നപ്പോ ഇപ്പൊ താൻ ഇപ്പൊ തന്റെ എല്ലാ കാഴ്ചക്കാരും എല്ലാവരുടെ അടുത്തും താൻ ഇപ്പൊ പറഞ്ഞു എന്തുവാ ആ ചേച്ചീനെ നമ്മൾ കണ്ട അത് 16 വയസ്സ് ഇത് 60 വയസ്സ്. ഷാൻ ചേച്ചി 16 വയസ്സിലിരുന്ന ഷാൻ ചേച്ചി 60 വയസ്സിലോ. ആ സമയത്ത് എനിക്ക് ABC അറിഞ്ഞൂടാ. മലയാളത്തിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ABC അറിയില്ല. മലയാളം സംസാരിക്കാൻ പോലും അറിഞ്ഞൂടാ. അവിടെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇംഗ്ലീഷ് അറിയില്ല. അവര് മലയാളം മാത്രം സംസാരിക്കുള്ളൂ. എനിക്ക് കുറച്ച് മനസ്സിലാവും കുറച്ച് മനസ്സിലാവില്ല. അപ്പൊ അമ്മ കൂടെ ഉള്ള അപ്പൊ അമ്മയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അമ്മയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ബേസിക്കലി ആരോടും ഒന്നും സംസാരിക്കാനില്ല. ഡയലോഗ് ഇംഗ്ലീഷ് മൊത്തം പഠിക്കും രാത്രി. പിന്നെ ലളിത ചേച്ചിയൊക്കെ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോ ഭരതേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ പിന്നെ വിജയമേനൻ അത് വേറൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് ആ ക്യാരക്ടറിന് അങ്ങനെ ഡയലോഗ്സും അങ്ങനെ ഇല്ലാതാനും എല്ലാം ഭയങ്കര ബഹളമൊക്കെ അല്ലേ. സോ അതുകൊണ്ട് അഭിനയിക്കുന്ന ആ ഫസ്റ്റ് പടം സമയത്ത് ഐ വാസ് വെരി നെർവസ്. ഒരുമാതിരി ആ ഒരു പിന്നെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് നമ്മൾ നാച്ചുറലി ഡയലോഗ്സ് പഠിച്ചു കഴിയുമ്പോൾ അത് മറക്കരുത്. പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഷോട്ട് കഴിയും. ഞാൻ ഇപ്പുറത്ത് വന്നൂർ എൻ്റെ ഒരു നോവൽ ഉണ്ടാവും, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആഹാരം കഴിക്കാൻ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാനും അമ്മ പാവം എസ്പെഷ്യലി ഈ മണം പോലും പറ്റൂല നോൺ വെജിന്റെ. സോ ഞാൻ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ നാച്ചുറലി വെജ് നോൺ വെജ് ആണെങ്കിലും അപ്പുറത്തെ ടേബിളിൽ. സോ ഐ വാസ് യൂസ് ടു ദാറ്റ്. പക്ഷെ അമ്മയ്ക്ക് അത് ഒട്ടും പറ്റില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ടേബിൾ ഇട്ടിട്ട് അമ്മ ചിലപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ നാച്ചുറലി ഇറ്റ് ബിക്കെയിം എ വെരി ക്ലോസറ്റഡ് പ്ലേസ് ലൈക്ക് നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പൊ അതുകൊണ്ട് ടോട്ടലി ക്യാരക്ടേഴ്സും അങ്ങനെ ആയി പോയതുകൊണ്ട് ഇങ്ങനത്തെ മുഖമൊക്കെ ഭയങ്കര ഒരു മുഖമല്ലേ. അന്നേരം പിന്നെ ചേച്ചീനെ ഇങ്ങനെ എല്ലാം അങ്ങനെ കാറ്റഗറൈസ് ആയിട്ട് ഞങ്ങളുടെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ചേച്ചി ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിൽ എന്നാ ഒരു അമ്മായിയമ്മയൊക്കെ ആയിട്ടാ ചെയ്തേ. മച്ചാന്റെ മാലകയില് ഐ നെവർ എക്സ്പെക്ടഡ് ടു ഡു സച്ച് എ ക്യാരക്ടർ ഫ്രം യു. കാര്യം ഷാൻ ചേച്ചിയോ ഈ പോരൂണ്ടിയൊക്കെ ആയിട്ട് അവിടെ വർത്താനം ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പോരിറക്കുന്ന അമ്മായിയമ്മയൊക്കെ ഞാൻ പറഞ്ഞു ഐ ക്യാൻ നെവർ തിങ്ക് ദാറ്റ്. അതുകൊണ്ടാണ് ചെയ്തത്. കാരണം ഡയറക്ടറും ഇവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി പക്ക വില്ലിയാണ് കേട്ടോ, വൃത്തിയിട്ട വില്ലി ക്യാരക്ടറാണ്. ഞാൻ ചെയ്യാം. പറഞ്ഞു ചാൻസി ഉറപ്പാണോ? ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഇമേജ് നോക്കുക, അയ്യോ ഇത് ചെയ്താൽ എനിക്ക് അടുത്തൊരു പടം കിട്ടില്ലേ എന്നൊരു ടെൻഷൻ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് എക്സ്പെരിമെന്റേഷൻ പോലെ വരുവാണെങ്കിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ കുട്ടനാടൻ മാർപ്പാപ്പ ഒക്കെ വന്നപ്പോൾ ഞാൻ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ച ചോദ്യം ശാന്തി കൃഷ്ണ എന്ന് പറഞ്ഞ പേര് തന്നെയാണോ, എന്നെ തന്നെയാണോ വിളിക്കാൻ വന്നത്? ബിക്കോസ് ആരും എൻ്റെ അടുത്ത് അന്നും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അപ്പൊ സ്ട്രോങ് വുമൻ ആയിട്ട് മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ അപ്രോച്ച് ചെയ്തു. അരവിന്ദൻ അതിഥികൾ യൂഷ്വൽ ഒരു വിഷമം ടൈപ്പ് ഒരു ദുഃഖപുത്രി സ്റ്റൈലിലായിരുന്നു ക്യാരക്ടർ. പക്ഷെ ഇതിന് കുട്ടനാടൻ മാർപ്പാപ്പ വന്നപ്പോൾ എനിക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു. ബിക്കോസ് ശ്രീജിത്ത് എന്താ പറഞ്ഞു, ഒത്തിരി പേരുടെ അടുത്ത് ശാന്തി കൃഷ്ണയെ വിളിച്ചാലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാന്തി കൃഷ്ണയോ ഇതിനോ ഇത് ശരിയാവോ എന്ന്. കാരണം ഫുൾ അതുപോലത്തെ കോമഡി ഒക്കെയാണ് ആ പടത്തില്. അപ്പൊ ശ്രീജിത്ത് പറഞ്ഞു ആനീസ് കിച്ചൺ കണ്ടപ്പോഴാണ് ഞങ്ങളുടെ മേരി അമ്മേനെ കിട്ടിയത് എന്ന് പറഞ്ഞു. ബിക്കോസ് അതില് ഞാൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കോമഡി റോൾ ഫസ്റ്റ് നെക്സ്റ്റ് ടൈം അതുപോലെ തയ്ച്ചിരുന്നാൽ മതി. ഓഫ്കോഴ്സ് ഞങ്ങക്ക് ആ ഒരു എന്താ പറയാ ഒരു പൊൻതൂവൽ കിട്ടുന്നത് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. ഇങ്ങനെയൊക്കെ കോളറൊക്കെ ഞാനത് ഇടയ്ക്ക് പറയും ഇങ്ങനെ കോളറൊക്കെ വെച്ച് തയ്ക്കണം ഇനിയിപ്പോ.